പാട്ട് അതിനിപ്പോൾ ആരെങ്കിലും പിടിച്ച് തൊട്ടതാണോ ഇനി എന്താണെന്നൊന്നും അറിയില്ല. നമുക്ക് എന്താ സാഹചര്യങ്ങളൊന്നും. പ്ലേ ചെയ്യാമെങ്കിൽ അത് കളിപ്പിക്കുക. ആ ടൈമിനകത്ത് നിൽക്കണമെന്നേ ഉള്ളൂ. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ അതിന്റെ വിധി. ഇത് നെയ്യാറ്റിങ്കര ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ റവന്യൂ ജില്ലാ സ്കൂൾ കലാമത്സരവേദി. നമ്മൾ ആദ്യം കണ്ട ദൃശ്യങ്ങൾ അരങ്ങേറിയതും ഇവിടെ തന്നെയാണ്. കൂടുതൽ കഥ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, ആ സംഭവങ്ങളിലേക്ക് പോകാം. ഇന്നത്തെ നമ്മുടെ കഥയിലെ നായിക സ്റ്റേജിൽ നൃത്തം ചെയ്യുന്നു. ആ നൃത്ത ചുവടുകൾ സശ്രദ്ധം വീക്ഷിച്ചിരിക്കുന്ന ഒരു പ്രേക്ഷകനെയും നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. പെട്ടെന്ന് അത് സംഭവിച്ചു. ആരോ പിടിച്ചു നിർത്തിയതുപോലെ പാട്ട് നിന്നു. നൃത്തക്കാരിയും അന്തം വിട്ട് നിൽക്കുകയാണ്. എന്നാൽ മൈക്ക് ഓപ്പറേറ്റർ ഇതൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന മട്ടിൽ. നൃത്താധ്യാപകൻ എത്തുന്നു. പാട്ട് നിർത്തിയത് എന്തിനാണെന്ന് മൈക്ക് ഓപ്പറേറ്ററോട് ചോദിക്കുന്നു. ഇവിടെ സംബന്ധിച്ച് ആ കുട്ടി കളിച്ചുകൊണ്ടിരുന്നത് പെൻ ഡ്രൈവിൽ പോയിടം തൊട്ട് നിങ്ങൾക്ക് പ്ലേ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ സെപ്പറേറ്റ് ആയിട്ട് കളിപ്പിക്കാം. അങ്ങനെയാണ് ജഡ്ജസ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് ചെയ്യും. എന്താ പറ്റിയ പകുതിയിൽ നിന്നുപോയി. മുക്കാഭാഗമായത് അത് മ്യൂസിക് ഫയലിൻ്റെ കുഴപ്പമാണ്. കാരണം അതിലൊരു പാട്ട് മാത്രമേ ഉള്ളൂ സാർ. ഒരുപാട് പാട്ടൊന്നും ജഡ്ജസ് അങ്ങനെയാണ് പറയുന്നത്. ബാക്കി പോർഷൻ പ്ലേ ചെയ്യാമെങ്കിൽ അത് കളിപ്പിക്കുക. ആ ടൈമിനകത്ത് നിൽക്കണമെന്നേ ഉള്ളൂ. അത് നിങ്ങൾ പ്ലേ ചെയ്യാൻ അവിടെ കൊടുക്കും. ഇവിടെ വരെ എത്തിയിട്ടുണ്ടെന്ന് വെച്ചാൽ ബാക്കി ആ പ്ലേ ചെയ്യാൻ അദ്ദേഹത്തിന് കൊടുത്താൽ മതി. അങ്ങനെ നൃത്തം പുനരാരംഭിച്ചു. ഫലപ്രഖ്യാപനവും കഴിഞ്ഞു. മൈക്ക് ഓപ്പറേറ്ററുടെ സമ്മാനം അടുത്ത വർഷത്തെ കലോത്സവ വേദിയിൽ അറിയിക്കാമെന്ന് അധികൃതർ.